ദ ലാസ്റ്റ് അവർ ഓഫ് മേഴ്സി, കരുണയുടെ അവസാന മണിക്കൂർ. ജിൻസ്ഗർ കോൺക്ലാദിൻ്റെ സാക്ഷ്യം. ഈ അയോഗ്യദാസിയെ കരുണയോടെ കടാക്ഷിച്ചതിനും എൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും അപരിമേയമായ സമാധാനവും ആനന്ദവും കൊണ്ട് നിറച്ചതിനും ഞാൻ സ്നേഹവും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ദൈവം എന്നെ അതിശയകരമായ രീതിയിൽ അനുഗ്രഹിച്ചു. സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മഹാത്മ്യം പ്രഘോഷിച്ചുകൊണ്ട് എൻ്റെ മരണം വരെ ആ കൃപയിൽ നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടത് ഷില്ലോങ്ങിലെ ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ വെച്ചാണ്. അത് സത്യമായും ദൈവത്തിൻ്റെ ആലയം തന്നെ. ദൈവാനുഗ്രഹവും സൗഖ്യവും ആഗ്രഹിച്ചുകൊണ്ട് 2021 ജൂൺ 12 ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് അവിടെ എത്തി. ഈ ധ്യാന കേന്ദ്രത്തിൽ വച്ച് ഈശോയോടൊത്തുള്ള നവവും ആഴമേറിയതുമായ ഒരാത്മബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ കന്യാസ്ത്രീ ആകുവാനുള്ള ദൈവവിളി പിന്തുടരുകയായിരുന്നു. എൻ്റെ ഫോർമേഷൻ്റെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഹൃദയം പലവിധത്തിൽ അസ്വസ്ഥമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു. ഞാൻ ഇക്കാര്യം എൻ്റെ സുപ്പീരിയറുമായി സംസാരിച്ചപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി പോകുവാൻ എനിക്ക് അനുവാദം തന്നു. എൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ ക്രെൻ കോർഡോർ കോൺക്ലാദ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്നെ ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്ററിലേക്ക് നയിച്ചു. അവിടെ ഞാൻ ഫാദർ ജൂഡിനെ കണ്ടുമുട്ടി. അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി ധ്യാനത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും എനിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. എൻ്റെ മാതാപിതാക്കളുടെ അഭ്യർത്ഥന അനുസരിച്ച് ധ്യാന കേന്ദ്രത്തിലെ വൈദികർ എന്നെ തുടർന്നും അവിടെ താമസിച്ച് ആന്തരിക സൗഖ്യ ധ്യാനത്തിലും വിടുതൽ ധ്യാനത്തിലും പങ്കെടുക്കുവാൻ അവസരമൊരുക്കി തന്നു. ഈ ധ്യാനങ്ങളും അവിടുത്തെ വൈദികരുടെ ഉപദേശങ്ങളും എന്നെ ശക്തമായ ഒരു ദൈവാനുഭവത്തിലേക്ക് നയിച്ചു. ഞാനൊരു പുതിയ മനുഷ്യനായി മാറുന്നത് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കളുടെയും വൈദികരുടെയും അനുവാദത്തോടെ ഞാൻ അവിടെ തുടർന്നും താമസിക്കുകയും അവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ധ്യാനങ്ങളിൽ പങ്കെടുത്തതും വചനത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കുവാൻ ഇടയായതും കൂടുതലായി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. പരിശുദ്ധ കുർബാനയോടും ജപമാലയോടും ആഴമായ ഭക്തിയും സ്നേഹവും എന്നിൽ ഉടലെടുത്തു. അവ രണ്ടുമായിരുന്നല്ലോ ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ അല്ലെ നവീകരണ ശുശ്രൂഷയുടെ പ്രധാന ആത്മീയ ഘടകങ്ങൾ. പതുക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കുർബാന എൻ്റെ ദാഹം ശമിപ്പിക്കുകയും വിശപ്പിനെ തൃപ്തി വരുത്തുകയും ചെയ്തു. ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും 2 ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരോടൊപ്പം ആ 2 കുർബാനകളിലും ഞാനും ഭക്തിയോടും സ്നേഹത്തോടും കൂടി പങ്കെടുത്തു പോന്നു. മണിക്കൂറുകളോളം ജപമാല ചൊല്ലുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നിയിരുന്നില്ല. ഫാദർ ജൂഡിൻ്റെ ആത്മീയ ശിക്ഷണത്താലും ധ്യാന കേന്ദ്രത്തിലെ മറ്റു വൈദികരുടെ സഹായത്താലും ഞാൻ അച്ചടക്കത്തിലും ആന്തരിക നിശബ്ദതയിലും ആത്മീയ ജീവിതത്തിൽ വളരുകയും ദിവ്യകാരുണ്യ ഈശോയും പരിശുദ്ധ അമ്മയുമായി ഒരാഴമേറിയ ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. 2023 ഫെബ്രുവരിയിൽ ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സജീവ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമായി തുടങ്ങി. ഞാൻ സുദീർഘമായ മണിക്കൂറുകൾ ദിവ്യകാരുണ്യ ആരാധനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ചെലവഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ചതിനാൽ വൈകുന്നേരം 8:30 കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് എനിക്ക് ഇളവ് നൽകണമെന്ന് ഞാൻ എൻ്റെ ആത്മീയ നേതാവിനോട് അഭ്യർത്ഥിച്ചു. മാത്രവുമല്ല, ഞാൻ പതിവ് പോലെ പ്രഭാതത്തിലെ കുർബാനയിൽ പങ്കെടുത്തിരുന്നു താനും. എന്നാൽ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് പകരം കുർബാനയ്ക്ക് പോകാനാണ് അദ്ദേഹം പറഞ്ഞത്. കർത്താവ് പ്രത്യേകമായി എന്തോ ഒരു കാര്യം വെളിപ്പെടുത്തി തരും എന്നും അദ്ദേഹം പറഞ്ഞു. അതീവ ക്ഷീണിതയായിരുന്നെങ്കിലും ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ ആ പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ അനന്യവും സവിശേഷവുമായ ഒരനുഭവമായി ഇന്നും അവശേഷിക്കുന്നു. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ പൊടുന്നനെ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ മാറിമറിഞ്ഞു. ബലിയർപ്പിക്കുന്ന വൈദികനും അതിൽ പങ്കെടുക്കുന്ന എന്നോടൊപ്പമുള്ള എല്ലാവരും അപ്രത്യക്ഷരായി. പുരോഹിതൻ്റെ സ്ഥാനത്ത് ഈശോയെയും എന്നോടൊപ്പം ബലിയിൽ പങ്കെടുക്കുന്നവരായി 3 ഗണം വ്യക്തികളെയും ഞാൻ കണ്ടു. എന്താണ് സംഭവിക്കുന്നത്, ആരാണെന്നോ എനിക്ക് മനസ്സിലായില്ല. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്നോടൊപ്പം ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നോ എനിക്ക് മനസ്സിലായില്ല.
അത്തരം വ്യക്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നല്ലോ. എന്നാൽ കർത്താവ് തന്നെ കുർബാനയെക്കുറിച്ച് വിശദീകരിച്ചു തന്നപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി കിട്ടി. നമുക്കായി പരിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുന്നത് ഈശോ തന്നെയാണ്. കുർബാനയിൽ പങ്കെടുക്കുന്നതായി ഞാൻ കണ്ട 3 ഗണം വ്യക്തികൾ മാലാഖമാരും വിശുദ്ധരും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുമായിരുന്നു. ഈ ദർശനം അല്പനേരം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. പെട്ടെന്ന് തന്നെ എല്ലാം പഴയപടിയായി. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു. എൻ്റെ നാവിൽ ഞാൻ സ്വീകരിച്ച തിരുവോസ്തി അവിടെ തന്നെയിരുന്നു. ഞാനത് വിഴുങ്ങുവാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തിരുവോസ്തി നാവിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ യോഗ്യതക്കുറവ് കൊണ്ടാണ് എനിക്ക് ദിവ്യകാരുണ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്നും എൻ്റെ പാപങ്ങൾ മൂലം ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയാണ് എന്നും ആ ഭയപ്പാടിൽ ഞാൻ ചിന്തിച്ചു പോയി. ദുഃഖാർദ്രമായ ഹൃദയത്തോടെ ഞാൻ ആരാധന ചാപ്പലിലേക്ക് ഓടി. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ വീണുകൊണ്ട് ഞാൻ കരഞ്ഞു. ദൈവത്തോട് പാപപൂർത്തി യാചിക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രാർത്ഥനയും എന്നെ സഹായിച്ചില്ല. തിരുവോസ്തി എൻ്റെ നാവിൽ തന്നെയിരുന്നു. ഭാരം നിറഞ്ഞ ഹൃദയത്തോടെയും അതോടൊപ്പം ഭയത്തോടെയും ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. കാരണം അപ്പോഴേക്കും ചാപ്പൽ അടയ്ക്കാനുള്ള സമയമായിരുന്നു. എൻ്റെ മുറിയിലെത്തിയപ്പോൾ തിരുവോസ്തി നാവിൽ കൂടുതൽ ഭാരപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം എൻ്റെ ശരീരം കൂടുതൽ ക്ഷീണിതമാവുകയും ചെയ്തു. നാവിൽ അനുഭവപ്പെട്ട ആ ഭാരം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിന്നു. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നാവിൽ ഭാരം കുറയുന്നതായി അനുഭവപ്പെട്ടു. എന്ന് മാത്രമല്ല, തിരുവോസ്തി മധുരമുള്ളതായും അനുഭവപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മാധുര്യമായിരുന്നു അത്. അപ്പോൾ അനായാസം സന്തോഷത്തോടെ എനിക്ക് തിരുവോസ്തി വിഴുങ്ങുവാൻ സാധിച്ചു. അന്നത്തെ പരിശുദ്ധ കുർബാന മുതൽ തിരുവോസ്തി സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ അത് വിഴുങ്ങുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായി തീർന്നു. എല്ലാ ദിവസവും തിരുവോസ്തി എൻ്റെ നാവിൽ ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ അര ദിവസം, എന്തിന് ചില അവസരങ്ങളിൽ ദിവസം മുഴുവനും എൻ്റെ നാവിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രതിഭാസം അഥവാ സത്യമായി സംഭവിക്കുന്ന അത്ഭുതം 2023 കോർപ്പസ് ക്രിസ്റ്റി വിശുദ്ധ കുർബാനയുടെ തിരുനാൾ വരെ തുടർന്നു. അന്ന് ദിവ്യകാരുണ്യം എൻ്റെ നാവിൽ സ്ഥിരമായി നിലനിന്നു. അന്ന് മുതൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ പ്രിയനാഥനെ എൻ്റെ നാവിൽ സ്ഥിരമായി സംഭവിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് അപൂർവം സന്ദർഭങ്ങളിൽ മറ്റു ഭക്ഷണം കഴിക്കാൻ കർത്താവ് എന്നെ അനുവദിക്കുന്ന അവസരങ്ങൾ ഒഴിച്ചാൽ ദിവ്യകാരുണ്യം മാത്രമാണ് എൻ്റെ ഭക്ഷണം. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈശോയോടൊത്ത് അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുപറ്റാനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സഹനത്തിൻ്റെ കാലത്ത് കർത്താവ് എന്നെ വഴി നടത്തി. ഫാദർ ജൂഡിൻ്റെ ആത്മീയ ശിക്ഷണത്തിന് കീഴിൽ എനിക്ക് ഈശോയുടെയും മാതാവിൻ്റെയും സ്വരം വിവേചിച്ചറിയാൻ കഴിഞ്ഞു. നമ്മുടെ കർത്താവും പരിശുദ്ധ അമ്മയും വിശുദ്ധരും സഹനത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുമൊക്കെ എന്നോട് സംസാരിച്ചു. പിന്നെ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് മനുഷ്യകുലത്തിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് ഞാൻ കേട്ട സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. അതിന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പേര് നൽകിയതും ഈശോ തന്നെയാണ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ മാത്രമേയുള്ളൂ. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് ചൊല്ലുന്ന അതേ പ്രാർത്ഥന മാത്രമേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈശോയോട് ചൊല്ലാനുള്ളൂ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, ഞാൻ സുഖപ്പെടും. നമ്മുടെ കർത്താവ് സൗഖ്യത്തിൻ്റെ ഒരു വാക്ക് പറയുക മാത്രമല്ല, പാവപ്പെട്ട എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരികയും അവിടെ വസിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നെ സ്നേഹിച്ചു, എന്നെ കാത്തു പരിപാലിച്ചു, എന്നെ രക്ഷിച്ചു. ഞാൻ വിനയപൂർവ്വം എൻ്റെ ജീവിതം ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. മിസ് ജിങ്ങിസഗർ കോങ്ഖലാത്ത്, ഹോളി റിഡീമർ റിന്യൂവൽ സെൻറ്റർ, ഉംറോയി, ഷില്ലോങ്, മേഘാലയ.